ഒരു ലൈക്ക് ഇട്ടെടുത്തോ. നമ്മൾ ഇന്നൊരു അടിപൊളി ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ നാട്ടുകാരല്ലാതെ പുറത്തുനിന്നൊന്നും അധികം പേര് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അത്ഭുതപാറയിലേക്കുള്ള ഈ സ്റ്റെപ്പില് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. താമര എന്ന സിനിമയിലെ അനുരാഗ വിലോചനായി എന്ന പാട്ടില് അത്താത്ത ഇങ്ങനെ നടന്നു വരുന്ന ഈ സ്റ്റെപ്പുമ്മ കൂടെ ഇത്രയും വലിയൊരു പാറ, അതിമ വിശാലമായ സ്ഥലം, ഒരുപാട് വ്യത്യസ്ത ഇനം പൂക്കൾ, ഒരു അമ്പലം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇത് പട്ടാമ്പിക്കും വളാഞ്ചേരിക്കും ഇടയിലുള്ള കൈപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പാറയെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നാറാണത്ത് ഭ്രാന്തന്റെ ചില കഥകൾ കൂടി നമുക്ക് പറയാനുണ്ട്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. കല്ലുരുട്ടി മലയിലേക്ക് കയറ്റുക, എന്നിട്ട് ആ കല്ല് താഴേക്ക് ഉരുട്ടി വിട്ടിട്ട് കൈ കൊട്ടി ചിരിക്കുക എന്നതായിരുന്നു നാറാണത്ത് ഭ്രാന്തന്റെ മെയിൻ ഹോബി. അദ്ദേഹത്തെ ഈ മലക്ക് മുകളിൽ ചങ്ങലക്കിട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഒരുപാട് കുളങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പാറ. എല്ലാ കുളത്തിലും നല്ല വെള്ളമുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പമുണ്ടായിരുന്ന മക്കളിനോട് പറഞ്ഞു, ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒരു മോട്ടർ ഉണ്ട്, ഈ നാട്ടിലുള്ള വെള്ളമൊക്കെ ഈ കെട്ടിടത്തിന്റെ ഉള്ളിലത്തെ മോട്ടർ ഈ പാറയെന്നാണ് വലിച്ചെടുക്കണമെന്നൊക്കെ. ഈ അമ്പലത്തിൽ ഇത് ഒരു ചേട്ടൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രാർത്ഥിക്കുന്നവരെ, നിസ്കരിക്കുന്നവരെ, അങ്ങനെ ധാർമ്മികത കൈവിടാത്ത ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്പലത്തിന്റെ അടുത്തുള്ള ഈ നരത്തിലാണ് നാറാണത്ത് ഭ്രാന്തൻ അവറുകളെ കെട്ടിയിട്ടിരുന്നത് ചങ്ങലയിൽ. വൈകുന്നേരം ഇങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര രസമാണ്. നല്ല കാറ്റും ഉണ്ടാവും, നല്ല കാഴ്ചകളും കാണാം. മേലെ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ നോക്കി കാണാം. ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടും ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പാറക്ക് ബാക്കിലൊരു ഗുഹയുണ്ട്. അത് നാറാണത്ത് ഭ്രാന്തൻ കൈകൊണ്ട് മാന്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ എന്നെ കൊണ്ട് ബാക്കിലോട്ട് പോയി. ചരിത്ര പ്രസിദ്ധമായ ഗുഹ ആണെങ്കിലും അടുത്തുള്ള വീട്ടിലൊന്നും വറകുപുര ഇല്ലാത്തത് കാരണത്താൽ ഇവിടെയാണ് വറകുകളൊക്കെ സൂക്ഷിക്കുന്നത്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി, അപ്പത്തിന് നമ്മളെ ടീം അവിടെ എത്തിയിട്ടുണ്ടാവും. അവര് നല്ല കമ്പനി ആയിട്ടോ. അവര് പറഞ്ഞാൽ ആ മോട്ടോർ പെരന്റെ അല്ലാത്തൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവരിതാ ഈ പാറന്റെ സൈഡിൽ കൂടെ ഒക്കെ സ്റ്റെപ്പില്ലാത്ത ഭാഗത്ത് കൂടെ ഒക്കെ കയറി പോകുന്നു. ജലദോഷം ആയതുകൊണ്ടാട്ടോ സൗണ്ട് കുറച്ചത്. കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.